എൻ്റെ പേര് സനു. 23 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു കമ്പനിയിലെ അപ്രൻറ്റീസായി ജോലി ചെയ്യുന്നു. ജോലിക്ക് കയറിയിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. ഞാൻ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. അമ്മയ്ക്കും അച്ഛനും അടുത്തുള്ള ഒരു കമ്പനി ജോലിയുണ്ട്. രാവിലെ ആകുമ്പോഴേ അവർ പോകും. എന്നെയും എൻ്റെ പെങ്ങളെയും തനിച്ചാക്കിയിട്ടാണ് പോകുന്നത്. അടുത്തടുത്ത് വീടുകളാണ്. ആ വീടുകളിലൊക്കെ പ്രായമായ ആളുകൾ മാത്രമേ കാണുകയുള്ളൂ. ഒരു 55-60 വയസ്സുള്ള ആളുകളാണ് കൂടുതലും കാണുക. അങ്ങനെയുള്ള ആളുകൾ കുട്ടികളെയൊക്കെ നോക്കിക്കോളും. ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ കുട്ടികളെല്ലാം കൂടെ പോയി ചാടുകയും തുള്ളുകയും മറിയുകയും ഒക്കെ ചെയ്യും. തിരിച്ചു വന്ന് ഭക്ഷണം എടുത്ത് കഴിക്കും. പിന്നെയും എല്ലാവരും കൂടി വീടിന് ഇടയ്ക്കുള്ള സ്ഥലത്ത് കിടന്ന് ചാടുകയും ഓടുകയും ഒക്കെ ചെയ്യും. എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ മുതിർന്ന ഇതേപോലെയുള്ള ആളുകൾ ഓടി വരികയും കുട്ടികളെ ശാസിക്കുകയും അടയ്ക്കുകയും ചിലപ്പോഴൊക്കെ മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വെച്ച് കെട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എന്തായാലും ആ വീടുകളിലെ പ്രായമുള്ള ആളുകളെ വിശ്വസിച്ചിട്ടാണ് കുട്ടികളെ അവിടെ തനിയെ ഇരുത്തിയിട്ട് ആളുകളെല്ലാം കമ്പനി ജോലിക്ക് പോകുന്നത്. അതിനിടയ്ക്ക് ഒരു വട്ടം എൻ്റെ അച്ഛന് ഒരു 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ ഞമ്മയുടെ വീട് ഒന്ന് പൊളിച്ച് പണിതെടുത്തു. ആ ഒരു സ്ഥലത്ത് കോളനി പോലെയായിരുന്നു വീടുകൾ. അവിടുത്തെ ഏറ്റവും നല്ല വീട് ഞങ്ങളുടേതായി മാറി. അത് കഴിഞ്ഞത് പിന്നെ സിറ്റൗട്ടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് കിടക്കാൻ കുട്ടികൾക്ക് വലിയ ഉത്സാഹമായിരുന്നു. അതേപോലെ തന്നെ പത്രം വായിക്കാനും മറ്റും മുതിർന്ന ആളുകൾ ഞങ്ങളുടെ ആ ഒരു സിറ്റൗട്ടിൽ വന്നിരിക്കും. അങ്ങനെ എപ്പോഴും ഇവിടെ ബഹളം നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഒക്കെ പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നു. എല്ലാവർക്കും എവിടെയും കയറി വരാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ ഒരു ദിവസം ഞാൻ കരച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് വീണു. ആ സമയത്ത് എൻ്റെ വീടിനടുത്തുള്ള ജാനകി എന്ന് പറയുന്ന ഒരു വലിയമ്മയാണ് വന്ന് എന്നെ സാന്ത്വനിപ്പിച്ചത്. അവർ മുറിവെല്ലാം കഴുകി എന്നിട്ട് അവരെ മുഴുവണ്ണ തടവി തന്നു. എന്നിട്ട് എന്നെ കൊണ്ട് കട്ടിലിൽ കിടത്തി. അത് കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് ഇരുന്നു. എന്നിട്ട് എൻ്റെ തലമുറയിലൊക്കെ തലോടി തന്നു. സാരമില്ല, ഉറങ്ങിക്കുമെന്ന് പറഞ്ഞു. അവരെൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ഉറപ്പമൊന്നും വന്നില്ല. നല്ല വേദനയുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവൾ പറഞ്ഞു, നിന്റെ മുട്ട് മാത്രമേ പൊട്ടിയിട്ടുള്ളോ അതോ വേറെ എവിടെയെങ്കിലും മുറിവുകളുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ ദേഹത്തെ മറ്റു ഭാഗങ്ങളിലും പരിശോധിച്ചു. എനിക്കാരെ നാണമായി. അമ്മ പോലും അങ്ങനെ ദേഹത്തൊന്നും തൊടാറില്ല. പക്ഷേ ഇവർക്ക് യാതൊരു നാണവുമില്ല. പക്ഷേ അവരെന്നെ വഴക്ക് പറഞ്ഞു. എൻ്റെ നാണത്തിന് മുറിവുണ്ടോ നോക്കുമ്പോഴാണോ നീ നാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെന്നെ വിശദമായി പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓ, വലിയ മുറിവൊന്നും വേറെ ഭാഗത്തില്ല. നിന്റെ പുറഭാഗത്ത് ചെറിയൊരു മുറിവുണ്ട്. അവിടെയും ഞാൻ എണ്ണ പുരട്ടി തരാമെന്ന് പറഞ്ഞ് അവർ എണ്ണ പുരട്ടി. എനിക്കാണെങ്കിൽ അപ്പോൾ എന്തോ ഒരു വല്ലായ്കയാണ് തോന്നിയത്. ഞാൻ പറഞ്ഞു, അവിടെ എണ്ണ പുരട്ടുമെന്ന്. പക്ഷേ അവരെന്നെ വഴക്ക് പറഞ്ഞിട്ട് നന്നായിട്ട് മുറിവെണ്ണ പുരട്ടി. അത് കഴിഞ്ഞ ശേഷം അവരുടെ കൈകൾ ചലിച്ചത് ശരിയായ രീതി ആയിരുന്നില്ല. എനിക്കത് മനസ്സിലായി. അതൊരു അനാവശ്യ സ്പർശനമായിരുന്നു. ഞാൻ എതിർക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവരെന്നോട് പറഞ്ഞു, നീ വെറുതെ നാണിക്കുന്ന കാര്യമില്ല. വീട് കഴിയുമ്പോൾ നിനക്ക് നല്ല തട്ടുകൾ ശരീരത്തിന് പറ്റി കാണും, നല്ല മുമ്പനം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നന്നായിട്ട് ഞാൻ തിരുമ്മി തരാം, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്കിന് നിന്റെ ശരീരത്തിന് വലിയ വേദനയായിരിക്കും. അതുമാത്രമല്ല, നീ ഒരു ആൺകുട്ടിയല്ലേ, വലിയ വീഴ്ചകളൊക്കെ പറ്റി പറഞ്ഞാൽ പിന്നീട് ഭാവി കല്യാണം കഴിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞു. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്ത പേടിയായി. ഇത്രയും ജോലി പോയി കഴിഞ്ഞാൽ ഭാവിയിൽ കല്യാണം കഴിക്കാനും കുട്ടികൾ ഉണ്ടാവാനൊന്നും പറ്റുകയില്ലേ? ഇങ്ങനെ ഞാൻ എടുത്തടിച്ചു പോയി വീണതുകൊണ്ട് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? അയ്യോ, ഈ വെള്ളമ്മ പറയുന്നത് പറയുകയാണെങ്കിൽ വലിയ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. എന്തായാലും അവർ പറഞ്ഞത് കേട്ടേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അവരാണെങ്കിൽ നല്ല മസാജിങ്ങാണ് നടത്തിക്കൊള്ളുന്നത്. പക്ഷേ അതെന്താണെന്നൊന്നും എനിക്ക് അന്ന് വലിയ പിടിയില്ലായിരുന്നു. പക്ഷേ ഇത്തരം രഹസ്യ കാര്യങ്ങൾ അവരെന്നോട് പറഞ്ഞല്ലോ. അതുകൊണ്ട് പിറ്റേ ദിവസം മുതൽ എനിക്ക് അവരോട് നല്ലൊരു സ്നേഹമായി. അവർക്കും എന്നോട്
നല്ല ഇഷ്ടമായിരുന്നു. ആരുമില്ലാത്തപ്പോൾ അവരെന്നോട് വീട്ടിലേക്ക് ചെല്ലാൻ പറയും. എന്നിട്ട് പറയും, ഞാൻ നല്ലപോലെ നിനക്ക് മസാജ് ചെയ്ത് തരാം, അതുകൊണ്ട് നിന്റെ ബോഡിക്ക് നല്ല ബലമുണ്ടാവും, നീ കരുത്തനാവും, സുന്ദരനാവും, ഭാവിയിൽ നിനക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇരട്ട പറ്റതാണ്. എനിക്കൊരു ഇരട്ട സഹോദരനും ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു പോയതാണ്. ഇരട്ടയായി ഞാൻ ഇങ്ങനെയൊക്കെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അത്ഭുത ശക്തികളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പുള്ളിക്കാരിയുടെ ചില തന്ത്രങ്ങൾ. അന്നൊക്കെ എനിക്ക് അവരോട് വളരെ ഇഷ്ടവും സ്നേഹവുമായിരുന്നു. പിന്നീട് ഇതൊന്നും ആരോടും പറയണമെന്ന് പറഞ്ഞു. കാലക്രമേണ അവരുടെ മസാജിൻ്റെ രീതി മാറി. അവരെന്നോട് മുതിർന്നൊരു സ്ത്രീ പെരുമാറുന്ന രീതിയിൽ ഒരു കാമുകിയുടെ ഭാവത്തിലാണ് ഇടപെട്ടത്. പക്ഷേ അത്രയും വലിയൊരു സ്ത്രീ, എൻ്റെ അമ്മയേക്കാൾ പ്രായമുള്ള സ്ത്രീ അങ്ങനെ പെരുമാറിക്കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ആദ്യം അസ്വസ്ഥതയാണ് തോന്നിയത്. പക്ഷേ അവരും ഇടുക്കിയായിരുന്നു. എന്നെ സാന്ത്വനിപ്പിച്ചു. എന്നിട്ട് പല പല കഥകളും അവരുടെ പഴയ വീരസ്യങ്ങളും ഭർത്താവുമൊത്തുള്ള ജീവിതവുമൊക്കെ പച്ചയായി എനിക്ക് പറഞ്ഞു തന്നു. 8, 9 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കുള്ള ചില സംശയങ്ങളും ഉത്തരത്തരങ്ങളുമൊക്കെ ഞാൻ അവരോടായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ചു. ചീത്ത വാക്കുകളും ചീത്ത കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവരെ എനിക്ക് പറഞ്ഞു തന്നു. നാട്ടിൽ മുതിർന്നവർ തമ്മിലുള്ള ചില കുസ്രാക്കുള്ള കാര്യങ്ങളും എല്ലാം അവർ പച്ചയായിട്ട് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു, ആരോടും പറയരുത്, ഈ വാക്കുകളൊക്കെ ഈ കാര്യങ്ങളും കഥകളുമൊക്കെ നിന്റെ മനസ്സിലിരിക്കാവും, പ്രായം കൂടുന്തോറും നിനക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാവും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുമുള്ളത് പുസ്തകത്തിലൊക്കെ കാണുന്നപ്പോൾ തന്നെ എന്നോട് പല രീതിയിൽ വിവരിച്ചു പറഞ്ഞു. വാക്കുകൾ ഉപയോഗിക്കാനും അവർ മിടുക്കിയായിരുന്നു. അതേപോലെ തന്നെ നല്ല നല്ല വാചകങ്ങൾ പറയാനും അവർ മിടുക്കിയായിരുന്നു. രണ്ടും കലർന്ന് കഥകളും കൂട്ടിച്ചേർത്ത് അവരുടെ മസാജും ചില പൊടി ടെക്നിക്കുകളും ഒക്കെ ചേർത്തിട്ടായിരുന്നു അവർ എന്നെ മയക്കിയെടുത്തത്. എനിക്കവരോട് പിന്തുമാറാൻ വയ്യാത്ത അടുപ്പമായി. 10ാം ക്ലാസ്സിലൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതിർന്ന പുരുഷൻ്റെ അത്രയും ശാരീരിക അനുഭവം വെച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മുതൽ അവരെന്നോട് പല കാര്യങ്ങളും ആവശ്യപ്പെടാൻ തുടങ്ങി. അവരുടെ ഭർത്താവ് ചെറുപ്പത്തിൽ എന്നെപ്പോഴായിരുന്നോ അവരുടെ മതഭേദ കാലഘട്ടവും മറ്റു കാര്യങ്ങളുമൊക്കെ എന്നെ പറഞ്ഞ് വിവരിച്ച് പറഞ്ഞ് എന്നെ പുളകം പൊളിക്കാൻ അവർ ശ്രമിച്ചു. എന്തായാലും അവർക്കെന്നോടുള്ള സ്നേഹം അവരുടെ വാക്കിൽ നിന്ന് എനിക്ക് വ്യക്തമായിരുന്നു. പിന്നീട് പുള്ളിക്കാരി അടവുകൾ മാറ്റി എന്നെ ശരിക്കും ഒരാളാക്കിയെടുക്കാനായിരുന്നു അവരുടെ ശ്രമം. അവളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്താണ് എന്നെ കാണുന്നത്, ആരും അറിയുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒത്തിരി പ്രായമുള്ളതല്ലേന്ന്. അപ്പോൾ അവ എന്നോട് പറഞ്ഞത്, മനസ്സിന് ഒരിക്കലും പ്രായമാകില്ല, മനസ്സിൽ നല്ല ആശയമുണ്ടെങ്കിൽ ശരീരവും അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ എന്നെ ശരിക്കും അവരുമായുള്ള ബന്ധത്തിലേക്ക് പിടിച്ചിട്ടത്. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് അറപ്പും പേടിയും വെറുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ നല്ലൊരു കച്ചവടക്കാരിയായിരുന്നു എന്ന് പറയാതെ തരമില്ല. എന്നെ അവർ മയക്കിയെടുത്തു. അവരുടെ വാക്കുകളും വാചാരതകളും പല വിധത്തിലുള്ള ടെക്നിക്കുകളും അവരെൻ്റെ മേൽ പ്രയോഗിച്ചു. അതോടുകൂടി ഞാനും അവരും തമ്മിൽ വളരെ ചെറിയ പ്രായത്തിലെ ഭാര്യ ഭർത്താവ് എന്ന നിലയിലേക്ക് സാങ്കേതികമായി പറയാവുന്ന ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തു. അമ്മിനെ ആരും അറിയാതെ അത് രഹസ്യമായി കൊണ്ടുപോയി. എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, എനിക്കിത്രയും പ്രായമുള്ളതുകൊണ്ട് ഒരു പ്രശ്നവും വരികയില്ല, ചെറിയ പെൺകുട്ടികളാണെങ്കിൽ മാത്രമേ നിനക്ക് പേടിക്കേണ്ട കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ +2 വരെ അവരുടെ ഒരു കൺട്രോളിലായിരുന്നു ഞാൻ. എനിക്ക് അവർ പറഞ്ഞത് ഒന്നും നിരസിക്കാൻ കഴിഞ്ഞില്ല. കാര്യം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിൻ്റെ കോഴി അവരോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ +2 പഠിക്കുമ്പോൾ അവർ മരിച്ചുപോയി. തലേ ദിവസം വരെ ആക്റ്റീവായിരുന്നു. പിറ്റേ ദിവസം ഉറക്കത്തിനിടെ അവർ മരണപ്പെട്ടു. അതെനിക്ക് വളരെ ഷോക്കായിരുന്നു. അവരെന്നെ തേടി വരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. പിന്നെ കുറേ നാൾ മന്ത്രവും പൂജയും ഒക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ മാനസിക നില ശരിയായത്. അവരുമായിട്ട് ഞാൻ നല്ല അടുപ്പത്തിലാണെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാമായിരുന്നു. അത് സ്നേഹം കൊണ്ടാണെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ എൻ്റെ മനസ്സിൽ മുഴുവനും വല്ലാത്ത ദുശ്ചിന്തകളുമുണ്ടായിരുന്നു. അതുമാത്രമല്ല,
അവൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ മിസ് ചെയ്യുന്നത് പോലെയും തോന്നി. പിന്നെ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഗ്ലൂമിയായിരുന്നു. എനിക്ക് യാതൊരു ഉത്സാഹവുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോളേജിന് മുറി ഒരു ചെറിയ കട ഒരു സ്ത്രീ തുറന്നത്. കുട്ടികളൊക്കെ അവിടെ പോയിരുന്നു. സർബത്തൊക്കെ അവൾ നന്നായി എടുക്കുമായിരുന്നു. അവർക്കും മരിച്ചു പോയ സ്ത്രീക്കും ഒട്ടേറെ സാമ്യങ്ങളുണ്ട്. ഏകദേശം ഒരേ പ്രായമാണ്, ഒരേ ഷേപ്പും, അതേപോലെ നല്ല തണ്ടേടിയാണ്. സംസാരിക്കാനൊക്കെ ആണെങ്കിലും നല്ല ചുറുചുറുക്കുള്ള ആഴമാണ്. ഒത്തിരി മുതിർന്ന സ്ത്രീയാണ്. പക്ഷേ എനിക്കവരെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ആശ്വാസം തോന്നി. അവരോട് കൂടുതലായി സംസാരിക്കുന്നതുകൊണ്ട് എന്നൊരു പ്രത്യേക കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അവർ ഒരു പ്രത്യേക സ്നേഹം കാണിച്ചു. നീ എന്നെ കൊച്ചുമകനാണെന്നൊക്കെ പറയും. പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. ഞാൻ പഴയ ആ ബന്ധത്തിൻ്റെ ഓർമ്മയിലായിരുന്നു അവരെ കണ്ടുകൊണ്ടിരുന്നത്. ഒരു ദിവസം എൻ്റെ നോട്ടവും ഭാവവും കണ്ടുകഴിയുമ്പോൾ അവരെന്നോട് പറഞ്ഞു, നിന്റെ നോട്ടത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. കൊച്ചു പെമ്പിളാരെ നോക്കുന്ന പോലെയാണ് നീ എൻ്റെ മുഖത്തും കണ്ണിയും മറ്റു ഭാഗങ്ങളിലുമൊക്കെ നോക്കുന്നത്. നിനക്ക് എന്താ പ്രശ്നം? ഞാൻ ചെറുപ്പക്കാരിയൊന്നുമല്ല, പ്രായമായ സ്ത്രീയാണ്. 10-60 വയസ്സുണ്ട് എനിക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 60 ഉണ്ടെങ്കിലും എനിക്കത് 16 തോന്നുന്നത്. അവരെന്നെ തോച്ചു നോക്കി. എന്താ നീ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 60 ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ 16 വയസ്സുകാരിയായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് നല്ല സൗന്ദര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് പുള്ളിക്കാരിയൊന്ന് ഇളകിയെന്ന് തോന്നി. അത് കഴിഞ്ഞ ശേഷം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ നോട്ടം എൻ്റെ ഉള്ളിലിരിപ്പുണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞു, ഒരു സിനിമാ പാടം എൻ്റെ കൂടെ വരണമെന്ന്. അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. നീ എന്തായാലും കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഞാൻ എന്തോ ചെറുപ്പക്കാരിയോ നിൻ്റെ കൂടെ വരാൻ? എനിക്ക് കൊച്ചുമക്കൾ വരെയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വരുന്നോ ഇല്ലയോ, യെസ്സോ നോ എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇത്ര വലിയ രീതി ആൻ്റെ ചൂടാകുന്നത് എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടുന്ന് പിണങ്ങിപ്പോകും. പിന്നെ ഞാൻ 2 ദിവസം അങ്ങോട്ട് പോയില്ല. പിന്നെ റോഡിൽ കൂടെ യൂണിവേഴ്സിറ്റി പോയി വരുമ്പോൾ എന്നെ വിളിച്ചു, ഡാ ഇങ്ങോട്ടൊന്ന് വന്നേ, നീ വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു. എന്നെ വന്ന് കരയിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോയി അകത്ത് കയറ്റിയെടുത്തിട്ട് ചോദിച്ചു, എന്താണ് എൻ്റെ പ്രശ്നം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആൻറ്റി ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെന്താ മോനെ, എനിക്ക് നിന്നെയും അതേപോലെ ഇഷ്ടമാണല്ലോ. പക്ഷേ നിൻ്റെ ഭാവവും നോട്ടമൊക്കെ എന്തോ ഒരു വശപശമുണ്ടെന്ന് പണ്ടേ എനിക്ക് തോന്നിയതാ. എന്താ നിൻ്റെ പ്രശ്നമെന്ന് പറയുമെന്ന് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പുള്ളിക്കാരി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പഴയ കഥകളെല്ലാം വള്ളിപ്പുള്ളി വിടാതെ പുള്ളിക്കാരിയോട് പറഞ്ഞു. എന്നിട്ട് ആ പുള്ളിക്കാരി പോലെയാണ് ഈ ആൻറ്റി തോന്നുന്നതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ വല്ലാതെ സ്തബ്ധയായി. എൻ്റെ പൊന്നുമോനെ, അത്രയും പ്രായമുള്ള സ്ത്രീകളൊക്കെ ഈ കാര്യത്തിൽ ഇത്രയും ആക്റ്റീവാണോ? എൻ്റെ ഭർത്താവ് എൻ്റെ 45-ാമത്തെ വയസ്സിൽ മരിച്ചു പോയതാണ്. അത് കഴിഞ്ഞതിൽ പിന്നെ ഞാൻ ഇത്തരം കാര്യങ്ങളെന്ന് വെച്ചിട്ട് ഓർത്തിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമില്ല. അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ജനസിൽപ്പെട്ട ഏതെങ്കിലും ആളായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഒരു കൊച്ചു പയ്യനോട് ഇങ്ങനെയൊക്കെ പെരുമാറുമോ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെ ഒത്തിരി കുറ്റം പറഞ്ഞു. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, ആൻറ്റി അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല, എനിക്കവരെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. ശരി, നിൻ്റെ കഥകളൊക്കെ ഞാനങ്ങ് വിശ്വസിച്ചു, ഒരു കുഴപ്പവുമില്ല. നിനക്ക് എന്നോട് പിണക്കമില്ല, എനിക്ക് നിന്നോട് പിണക്കവുമില്ല, അതെല്ലാം മറന്നേക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് വലിയ സാന്ത്വനമായി. അവിടെ ആരുമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചില കുസൃതികളൊക്കെ ആൻറ്റിയോട് കാട്ടും. ആൻറ്റിയെ വെള്ളിയമ്മ എന്ന് വിളിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ആൻറ്റിക്കത് ഇഷ്ടമല്ലായിരുന്നു. ആൻറ്റി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചിരുന്നത്. എന്തായാലും ആദ്യമൊക്കെ പുള്ളിക്കാരിക്ക് അവർക്കും ഇഷ്ടമല്ലായിരുന്നു. എന്നെ അടിക്കാനൊക്കെ വരുമായിരുന്നു. പിന്നീട് എൻ്റെ കുസൃതരങ്ങളൊക്കെ പുള്ളിക്കാരി എന്ന് അരിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ എൻ്റെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ എനിക്കെന്തോ എവറസ്റ്റ് കുഴമുടി കയറി സന്തോഷമായിരുന്നു. ശരിക്കും പ്രേമത്തിൽ പെട്ട ഒരവസ്ഥയാണ് എനിക്ക്. എൻ്റെ കൂടെയുള്ള മറ്റാൺകുട്ടികളൊക്കെ സമപ്രായക്കാരായ ആളുകളെ പ്രേമിക്കുന്നതിൻ്റെ ത്രില്ലും റിസ്ക്കുമൊക്കെ ഞാൻ ഈ ബന്ധത്തിലും അനുഭവിച്ചറിഞ്ഞു. പക്ഷേ ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കളിയാക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ബന്ധം രഹസ്യമായിട്ട് സൂക്ഷിച്ചു. പക്ഷേ ഒരു ദിവസം അവരുടെ മകൻ ഇത് കണ്ടുപിടിച്ചു. അതിന് കാരണം ആരുമില്ലാത്ത സമയത്ത് കടയിൽ ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക്
വളരെയധികം സ്വാതന്ത്ര്യമുള്ള ഒരു സമയമായിരുന്നു. ഞാൻ വളരെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ മൂത്ത മകൻ കയറി വരികയും അവരുടെ അമ്മയും എന്നെയും ഈ ഒരു രീതിയിൽ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വലിയൊരു ബഹളം ഉണ്ടാക്കി. പക്ഷേ അവരുടെ അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഞാനാണ് ഇതിന് മുൻകൈ എടുത്തത്, അല്ലെങ്കിൽ അമ്മയെ അതിക്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞത്. എല്ലാവരും കൂടി ഓടിക്കൂടി. പക്ഷേ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല, ഇവനെ വെറുതെ തോന്നിയതാണ്, അവരൊരു കൊച്ചു പയ്യനാണ്, അവയുടെ വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് തലവേദനയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തലയെന്ന് തടയി കൊടുത്താണ്, അതിനാണ് ഇവനിങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് അവർ എനിക്കാണ് സപ്പോർട്ട് ചെയ്തത്. അതോടുകൂടി പല ആളുകളും പിരിഞ്ഞുപോയി. പക്ഷേ എങ്കിലും അയാൾ അടക്കിടന്ന് വലിയ ബഹളമുണ്ടാക്കി. അതൊക്കെ പറഞ്ഞു പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തെ എൻ്റെ വീട്ടിലും ആ കാര്യങ്ങൾ അറിഞ്ഞു. പിന്നീട് എന്നോട് അവിടേക്ക് പോകരുതെന്ന് വിലക്കി. എന്താണ് സംഭവിച്ചെന്ന് വീട്ടുകാർക്കറിയില്ല. അവരോർത്തത് ആ സ്ത്രീ എന്നെ മയക്കിയെടുത്തു എന്നുള്ളതാണ്. പണ്ടെൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്കൊക്കെ എൻ്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോയ സാഹചര്യവും ഒരു ഉത്തരവാദിത്വവും ഒക്കെ അവർക്കുണ്ടെന്നുള്ള കാര്യം എനിക്ക് പറയാനും പറ്റിയില്ല. ബേസിക് കാരണം അതാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാണ്, എൻ്റെ മനസ്സ് മുഴുവനും ആ ഒരു ആൻറ്റിയായിരുന്നു. പിന്നെയും ആൻറ്റി അയാൾ അറിയാതെ കാണാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവർ ആ കട വേറെ ആർക്കോ കൊടുത്തു. അവിടെ ഒരു പ്രായം ചെന്ന മനുഷ്യനാണ് പിന്നീട് കട നടത്തിയത്. എനിക്ക് അലാത്തിലുള്ള ചീത്തപ്പേരുകൾ ഈ ഒരു കാലത്ത് നിന്നുണ്ടായി. ചില കൂട്ടുകാരൊക്കെ എന്നെ കറിയാക്കുമായിരുന്നു. പക്ഷേ ഞാൻ അത് കേൾക്കുമ്പോൾ ആഹ്ലാദിക്കുകയാണ് ചെയ്തത്. എനിക്ക് വലിയ നാണക്കേടൊന്നും തോന്നിയില്ല. ഈ ആൻറ്റി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞ ശേഷം എനിക്ക് വല്ലാത്ത ഒറ്റപ്പെടലായിരുന്നു. ഒരാളെ പ്രേമിക്കാൻ കിട്ടാത്തതുപോലെ ആൻറ്റിമാരെ ആരെങ്കിലും വരണം, അതും 55 വയസ്സ് കഴിഞ്ഞവർ മതി എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. പിന്നീട് ഫേസ്ബുക്കൊക്കെ ഉണ്ടാക്കി അതിൽ കൂടി ഞാൻ പല ആൻറ്റിമാരുമായിട്ടും ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒത്തിരി ആൻറ്റിമാർ ഇതേപോലെ ഉണ്ടെന്ന്. പിന്നെ അങ്ങനെയുള്ള ആൻറ്റിമാരെ കണ്ടുപിടിച്ചിട്ട് ഞാൻ സൗഹൃദം കൂടിക്കൂടി ഒത്തിരി ആൻറ്റിമാർ പല സ്ഥലങ്ങളിലേക്കും എന്നെ വിളിക്കാൻ തുടങ്ങി. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പൂർത്ത കാശ് തരുന്ന ആൻറ്റിമാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരാളിൽ മാത്രം നിന്നിട്ട് ഒരു കാര്യമില്ല, പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന കാശ് തരും എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് വഴി പല ഗ്രൂപ്പിൽ കൂടിയും പല ജില്ലകളിലും പല സ്ഥലത്തുമുള്ള പല ആൻറ്റിമാരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അവരുമായിട്ടൊക്കെ നല്ല സൗഹൃദവും ഉണ്ടായിരുന്നു. അതുമൂലം എനിക്ക് ധാരാളം ക്യാഷും സമ്പാദിക്കാൻ പറ്റി. അടിച്ചു പൊളിച്ചായിരുന്നു ഞാൻ നടന്നിരുന്നത്. മതവയസ്സൊക്കെ ആയി കഴിയുമ്പോഴേക്കും സ്ത്രീകൾക്ക് കാര്യങ്ങളോടൊക്കെ താല്പര്യം കുറയുകയും അവർ അവരുടേതായ ലോകത്തേക്ക് ഒതുങ്ങുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ആക്റ്റീവായിട്ടുള്ളൊരു ജീവിതം ഇല്ല എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടതൊക്കെ അതിന് വിപരീതമായിരുന്നു. ഒട്ടുമിക്ക ആൻറ്റിമാരും എന്നോട് പറഞ്ഞത് ഞമ്മളുടെ തൊടിയൊക്കെ ചുളുങ്ങി പ്രായമായി അങ്ങ് അമ്മൂമ്മമാരായി, എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ മോഹങ്ങളൊക്കെ ഉണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാരെ ഞങ്ങൾക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്ക് മോഹങ്ങളും ദാഹങ്ങളും ഒക്കെ ഉണ്ട്. ഏതൊരു സ്ത്രീയും യൗവനത്തിലുള്ള ഒരു പുരുഷനെ തന്നെയായിരിക്കും ആഗ്രഹിക്കുക. ഒരു 55 വയസ്സ് കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരു കാര്യമൊക്കെ പലർക്കും നടക്കുക വിരളമാണ്. പക്ഷേ ഫേസ്ബുക്ക് വഴി മോനെപ്പോലെയുള്ള ആളുകളെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, അതൊരു ഭാഗ്യമാണെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. സ്വർണ്ണമായിട്ടും പണമായിട്ടുമൊക്കെ ഒത്തിരി ഒത്തിരി സമ്മാനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അവരോട് ആത്മാർത്ഥമായുള്ള ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവരുടെ പ്രായമോ ലുക്കോ ഒന്നും എന്നെ ബാധിച്ചിട്ടേ ഇല്ല. നല്ല പ്രായമാകണം, അതുമാത്രമേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡിൻ്റെ കാലഘട്ടമായി കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ സ്റ്റോപ്പായും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ രീതിയിലുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ജീവിതത്തിലേക്ക് ഞാൻ പോയി. ആരുമായിട്ട് ഒരു കൂട്ടുമില്ല. ഈ ഫേസ്ബുക്ക് ചാറ്റുകളും ഫോൺ വിളി മാത്രമേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥ രീതിയിലുള്ള സംഗമങ്ങളൊന്നും നടക്കുന്നില്ല. ആകെ കൂടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ലഹരിക്കടിമപ്പെട്ട ആൾക്ക് അത് കിട്ടാതാവുമ്പോഴുള്ള ഒരു പ്രശ്നമായിരുന്നു എനിക്ക്. പിന്നെയും ഞാൻ പലതവണ ട്രൈ ചെയ്തതാണ്. പക്ഷേ ലോക്ക്ഡൗണിനിടയ്ക്ക് എനിക്ക് പറ്റിയ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഞാൻ പിന്നീട് പഠിക്കുകയും ഒക്കെ ചെയ്തത്. എങ്കിലും പണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഞാൻ ലാവിഷായിട്ട് നടന്നു. 2 ലക്ഷത്തോളം രൂപയുള്ള ഒരു ബൈക്ക് ഞാൻ വാങ്ങിച്ചു.
എൻ്റെ ഭാഗ്യത്തിന് ഈ അടുത്ത കാലത്ത് 10-60 വയസ്സാവാറായ ഒരു ആൻറ്റിയെ ഞാൻ കണ്ടുമുട്ടി. അവരെ ഫേസ്ബുക്കിൽ കൂടിയാണ് കണ്ടുമുട്ടിയത്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് അവർ എൻ്റെ വീടിൻ്റെ അവിടെ നിന്നും ഒരു 4 കിലോമീറ്റർ അകലെയാണ്. അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വലിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണറാണ്. ഭർത്താവ് മരിച്ചു പോയതാണ്. കുട്ടികളൊക്കെ വിദേശത്താണ്. അവരാണെങ്കിൽ ഒറ്റയ്ക്ക് വേലക്കാരുമായിട്ട് കഴിയുകയാണ്. അങ്ങനെ ഞാൻ അവരുടെ കൂടെ കൂടി. പക്ഷേ അവർ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. മറ്റാരുമായിട്ടും എനിക്ക് ബന്ധങ്ങളുണ്ടാകരുത്, വേറൊരു പെൺകുട്ടിയെ നോക്കരുത്, വേക്കരുത്, അമ്മൻ 100,000 നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ആൻറ്റിയുടെ ഹൃദയത്തെ ഒത്തിരി സ്വാധീനിച്ചതുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ സമ്മതിച്ചു കൊടുത്തു. ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആൻറ്റിയോട് അനുവാദം ചോദിക്കാതെ പോയിക്കൂടാ. പോയി കഴിഞ്ഞാൽ എന്നോട് പലതായിട്ട് വഴക്കുണ്ടാക്കും. അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ആൻറ്റിയെ അനുസരിച്ച് നടക്കുന്നതാണ് എനിക്ക് അന്നും എന്നും ഇഷ്ടം. അതിനിടയ്ക്ക് ക്യാമ്പസ് സെലക്ഷൻ മൂലമാണ് എനിക്ക് അപ്രന്റീസായി ജോലി കിട്ടിയത്. വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഈ ടൗണിലേക്ക് വന്നു. എല്ലാ ദിവസവും അവിടെ ചെല്ലാൻ പറ്റില്ല. ആഴ്ചയിലൊരിക്കലേ വീട്ടിൽ ചെല്ലാറുള്ളൂ. ആ സമയത്ത് 1-2 മണിക്കൂർ മാത്രമേ ആൻറ്റിയുമായിട്ട് ഒന്നിച്ച് ചിലവഴിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ള സമയം ഞാൻ വീട്ടിലാണ്. പക്ഷേ കുറേ ദിവസം കഴിയുമ്പോൾ ആൻറ്റിനോട് പടക്കുണ്ടാക്കാൻ തുടങ്ങി. നീ അവിടെ നീക്കണ്ട, അവിടുത്തെ ജോലി വളർന്നിട്ട് ഇങ്ങി പോര്. ഇനി നീ എൻ്റെ കൂടെ മാത്രം നിന്നാൽ മതി. ഒരിക്കലും നീ ജോലിക്കൊന്നും പോകണ്ട. എൻ്റെ കൂടെ എൻ്റെ കൺമടുത്ത് വേണം. ഞാൻ മാസം നിനക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി തന്നോളാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് നല്ലൊരു കമ്പനിയിലെ ജോബാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉയർച്ചയും ഉണ്ടാകും. എനിക്കിപ്പോൾ ആ കൂടി ഒരു സംഘർഷമാണ്. ഇവിടെ നിന്ന് ആ നല്ല ജോബ് നേടിയെടുക്കണം. ആൻറ്റി എന്നും നിർബന്ധിക്കുകയാണ് ജോലി ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ ചെല്ലാൻ. അതുകൊണ്ട് എനിക്ക് ആ കൺഫ്യൂഷനാണ്. എന്നും എന്നോട് വഴക്കാണ്. എൻ്റെ മനസ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആൻറ്റിയോട് എനിക്ക് വലിയ സ്നേഹമാണ്. എനിക്കെല്ലാവരും ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. ആരും താല്പര്യമില്ല. ആൻറ്റീനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിഷാദത്തിലേക്ക് കൂപ്പുകുത്തും. ജോലി പോയാലും ആൻറ്റിയെ അനുസരിക്കണമെന്നൊക്കെ ഇടയ്ക്ക് തോന്നും. എനിക്കെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളാണോ, അതോ എൻ്റെ ഇഷ്ടങ്ങളുടെ പുറകെ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതൊന്നും എനിക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല.